അതുപോലെ ലോകമഹാമുതലാളി ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തപ്പോൾ പിന്നീട് നമ്മുടെ അൻവർ മുതലാളി ഇദ്ദേഹത്തിനെതിരെ ഭീഷണി മുഴക്കി പിണറായി പോലീസ് പുള്ളിയുടെ വീട് വളഞ്ഞ് ഷട്ടിടാൻ പോലും സാവകാശം കൊടുക്കാതെ അറസ്റ്റ് ചെയ്തപ്പോഴൊക്കെ ഈ പറഞ്ഞ ആളുകൾ വളരെ സന്തുഷ്ടരായിരുന്നു. എന്താ പ്രശ്നം? ഞാനൊരു കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ഒരു കല്യാണം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ്റെ കല്യാണമായിരുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഞാനവിടെ നിൽക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നു. ഇവരിൽ ആരോ എന്നെ നോട്ട് ചെയ്യുന്നു, മുതൽക്കോടം പള്ളി വെച്ച് തന്നെ. അവിടുന്ന് കല്യാണത്തിന് റിസപ്ഷനിലേക്ക് പോകാനുള്ള വാഹന വ്യൂഹമുണ്ട്, കുറേ അധികം വാഹനങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെയാണ് ഇത് മങ്ങാട്ടുകവല എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ട് മുമ്പെത്തുമ്പോൾ ഇയാൾ എൻ്റെ തൊട്ട് പിന്നാലെ വന്ന വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് മുമ്പിലേക്ക് കയറി എൻ്റെ വണ്ടിയെ ഒന്ന് ഇടിക്കുന്നു. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിലെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? അപ്പൊ ഈ ആക്സിഡന്റ് ഈ സംഭവം നടക്കുന്നിടത്ത് ആൾക്കൂട്ടമുണ്ട്. ഞാൻ പെട്ടെന്ന് പക്ഷേ ഇറങ്ങിയില്ല. കാരണം എൻ്റെ ഒരു പോളിസി, എൻ്റെ ഒരു സുരക്ഷാപരമായ കാരണങ്ങൾ, എൻ്റെ പോളിസി എന്ത് സംഭവിച്ചാലും ഇറങ്ങരുതെന്ന. സാധാരണഗതിക്ക് വണ്ടി വന്ന് ഇടിച്ചാൽ പോലും ഞാൻ ഡോർ തുറക്കാറില്ല. പക്ഷെ ഇത് എൻ്റെ കൂടെയുള്ള വണ്ടിയാണല്ലോ എന്നോർത്ത് മാത്രമാണ് ഞാൻ തുറക്കുന്നത്. ഡോർ തുറന്നില്ല, ഗ്ലാസ് താക്കുന്നു. ഞാൻ ആ വണ്ടിയുടെ മുമ്പിലേക്ക് കൊണ്ട് നിർത്തി ഗ്ലാസ് താഴ്ത്തി. അപ്പോൾ ഇവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്നെ ചീത്ത വിളിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് എൻ്റെ വണ്ടിയെ വന്ന് ഇടിച്ചിട്ട് എന്നെ തെറി വിളിക്കുന്നത്? ഇറങ്ങടാ എന്ന് പറഞ്ഞ് പച്ച തെറി വിളിച്ചു. നീ ഇങ്ങോട്ട് ഇറങ്ങടാ, നിന്നെ ഞങ്ങൾ കൊല്ലാൻ വന്നതാ എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഇതിന്റെ അപകടം മനസ്സിലാവുന്നത്. ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി. പക്ഷെ അതിനിപ്പം തന്നെ ഈ പറയുന്ന മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന് പറയുന്നത്, ഇപ്പോഴാണ് അയാളുടെ പേര് പറയുന്നത്, എനിക്കറിയില്ല അയാളെ. എൻ്റെ വണ്ടിയുടെ അകത്ത് കൈയിട്ട് ആദ്യം കീയാണ് നോക്കിയത്. കീലെസ് ആയ കാരണം കീ കിട്ടിയില്ല. അൺലോക്ക് ചെയ്തു. ഈ വണ്ടി അൺലോക്ക് ചെയ്തിട്ട് ഡോർ തുറന്ന് ഞാൻ സ്റ്റിയറിംഗിൽ പിടിച്ചിരിക്കുന്നു. എന്നിട്ട് എന്നെ പിടിച്ച് വലിച്ച് താഴോട്ട് ഇറക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനെ, എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. അപ്പം ഒരാള് സീറ്റ് ബെൽറ്റ് ഓപ്പൺ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ സീറ്റ് ബെൽറ്റ് തടയുന്നു. എന്നെ വലിച്ചിറക്കാൻ നോക്കുന്നു. അപ്പൊ എന്നെ വലിച്ചിറക്കാൻ പറ്റത്തില്ല എന്ന് ബോധ്യമായപ്പോൾ എന്നെ മുഖത്തേക്ക് അടിക്കുകയാണ് ആദ്യം. ദശമൂലം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. ഞാൻ ചത്തോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിന് കൊടുക്കൂടാ. അതെ, വെറുതെ ധൈര്യം നിന്ന് ആളെ കൊല്ലാൻ നോക്ക. ആദ്യത്തെ അടി വല്ലാതെ വേദന ഉണ്ടാക്കുന്ന അടിയായിരുന്നു. മുഖത്ത് വായിക്കകത്തും ചോര വന്നു, മൂക്കിൽ നിന്ന് ചോര വന്നു. പിന്നീട് ഞാൻ പെട്ടെന്ന് അടിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പെട്ടെന്ന് ഇടത്തോട്ട് ഇപ്പം ഇടിക്കാൻ വരുമ്പോൾ ഞാൻ ഇടത്തോട്ട് ചെരിയും. കാരണം വേറെ വഴിയൊന്നുമില്ല, ഇടത്തേക്ക് ചെരിയാൻ പറ്റും. സീറ്റ് ബെൽറ്റ് ഊരി കഴിഞ്ഞാൽ അവരെ ഇറക്കിക്കൊണ്ട് പോകും. എന്നെ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്നെ ഊരിയെടുത്തുകൊണ്ട് പോകുന്നതാണ്. പക്ഷേ ഇടത്തേക്ക് തിരിഞ്ഞപ്പോൾ എൻ്റെ ഇടത് നെഞ്ചു കൂട്ടി ഇടിക്കാൻ തുടങ്ങി. ഒരു കണക്കിന് ഞാൻ ലോറിക്ക് അടിയുന്നു. റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി. ശിവനേ, പ്രതികളെ അറിയാമായിരുന്നോ ഷാദില? ഇല്ല, എനിക്ക് ഇവര് ഒരു ധാരണയില്ല. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവരല്ല. ഇവരാരാന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് അവരെ കുറിച്ച് ഒരു സൂചനയുമില്ല. സംഭവാമി യുഗേ യുഗേ, വരാനുള്ളതൊന്നും വഴി തങ്ങില്ല, കൂടെ വരും. ഇതങ്ങനെ വന്നല്ല കേട്ടോ, അറിഞ്ഞോണ്ട് ആരോ ഒരിക്കൽ കണിയാ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകളെ ഞാൻ കണ്ടുപിടിക്കും. മാത്യൂസ് കൊല്ലപ്പള്ളി CPM കാരനാണോ അതോ ഷാജൻ വെറുതെ പറയുന്നതാണോ? തിരുമേനി ഒരു വേണ്ടി മറ്റേടത്ത് ഓർത്താൻ പറഞ്ഞു. അല്ല, CPM കാരനാണ്. ഇപ്പൊ അവര് തന്നെ, ഈ ചെങ്കൊടിയുടെ ആൾക്കാരുണ്ടല്ലോ, അവര് തന്നെ മാത്യൂസ് കൊല്ലപ്പള്ളിക്ക് അഭിവാദ്യങ്ങൾ, മറുനാടനെ പഞ്ഞിക്കിട്ട അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ ഇയാളെ അരിവാൾ ചുറ്റുദക്ഷത്തിന്റെ അവിടെ കൈയുയർത്തി പിടിക്കുന്ന ധാരാളം പോസ്റ്റുകളുണ്ട്. ഉളുപ്പുണ്ടടാ ചക്കാണക്ക്. രാഷ്ട്രീയ ബന്ധം നമുക്ക് ഒറ്റ നോട്ടത്തിൽ അതിൽ ആരോപിക്കാൻ പറ്റുകയില്ല എങ്കിൽ പോലും ഈ ഷാജൻ സ്കറിയെ ആക്രമിച്ചത് മുതൽക്ക് ഇടത് സൈബർ ഗുണ്ടകൾ നടത്തുന്ന ആഹ്ലാദ പ്രകടനം കണ്ടാൽ അവരുടെ എല്ലാവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും സർവ്വവിധ പിന്തുണയോടും കൂടിയിട്ടാണ് ആക്രമണം നടന്നത് എന്ന് നമുക്ക് ബോധ്യം. മാത്രമല്ല, ഈ പറഞ്ഞ പ്രതികൾക്ക് പാർട്ടിയിൽ തന്നെ സമുന്നതരായ പല നേതാക്കന്മാരുടെയും ആശീർവാദമുണ്ട്, അവർക്ക് കൈവപ്പുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടുക്കി ജില്ലയിലെ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ഇദ്ദേഹം നയിക്കുന്ന ഈ ഗൂഢസംഘത്തിന്റെ തലതൊട്ടപ്പൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരിയുള്ള പല ഗൂണ്ട എലമെന്റ്സും ഈ സംഘത്തിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പലവിധ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഷാജൻ സ്കറിയക്കെതിരെ ആക്രമണം നടത്തിയിട്ടുള്ളത്. പോയി ചത്തുടടാ. ഇത് ശാരീരികമായിട്ടുള്ള ആക്രമണം ഇത് ആദ്യമായിട്ടല്ല. ഇപ്പോൾ CPM കാരനായ ഒരാൾ തന്നെ നേരത്തെ ഇദ്ദേഹത്തെ ലണ്ടനിൽ ഹീത്രൂ വിമാനത്താവളത്തിൽ വെച്ച് ആക്രമിച്ചതായിട്ട് പുള്ളി അവകാശവാദം ഉന്നയിക്കും, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും നമ്മുടെ നാട്ടിൽ വളരെയധികം ആളുകൾ, അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകരടക്കം ഈ പറഞ്ഞ ഈ അക്രമകാരിക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തു.
ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? അതുപോലെ ലോകമഹാമുതലാളി ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തപ്പോൾ പിന്നീട് നമ്മുടെ അൻവർ മുതലാളി ഇദ്ദേഹത്തിനെതിരെ ഭീഷണി മുഴക്കി പിണറായി പോലീസ് പുള്ളിയുടെ വീട് വളഞ്ഞ് ഷട്ടടാൻ പോലും സാവകാശം കൊടുക്കാതെ അറസ്റ്റ് ചെയ്തപ്പോഴൊക്കെ ഈ പറഞ്ഞ ആളുകൾ വളരെ സന്തുഷ്ടരായിരുന്നു. അതെ അതെ. മാത്രമല്ല ഈ പത്രമാധ്യമങ്ങളിലൊന്നും വാർത്ത വീണ്ടും ശ്രദ്ധിച്ചോന്ന് എനിക്കറിയാം. മിക്കവാറും മാധ്യമങ്ങൾ ഇദ്ദേഹത്തെ യൂട്യൂബർ എന്നാണ് വിശേഷിക്കുന്നത്. മാധ്യമ പ്രവർത്തകൻ എന്ന ഒരു നില പോലും കൊടുക്കുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ലതാണ്. കാരണം ഈ നാട്ടിലെ പല മാധ്യമ പ്രവർത്തകരും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം വച്ചു നോക്കുമ്പോൾ ഷാജൻ സ്കറിയ ആ വാക്കിന് അർഹനല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർക്ക് ഇദ്ദേഹത്തോട് കലിപ്പുണ്ടാവും. പിന്നെ പുള്ളിക്കൊരു സ്വീകാര്യത, വിശ്വാസ്യത എന്ന് പറഞ്ഞൊരു ഘടകമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇദ്ദേഹത്തിന് വലിയ തോതിൽ വിരോധികൾ ഉണ്ടാകുന്നത്, ശത്രുക്കൾ ഉണ്ടാകുന്നത് പുള്ളിയുടെ നിലപാടുകളെക്കുറിച്ച് അവർക്കുള്ള വിയോജിപ്പ് കൊണ്ട് മാത്രമല്ല, ഇദ്ദേഹത്തിന് പൊതുസമൂഹത്തിൽ വലിയ സ്വീകാര്യതയുണ്ട്. റോസിക്കന്റെ സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് റോസ് എങ്ങോട്ടെങ്കിലും പൊക്കോളൂ. അതുപോലെ പുള്ളിയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കൊണ്ട് പലപ്പോഴും ശത്രുക്കൾ വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് കഴിഞ്ഞ ബുധനാഴ്ച ഹൈക്കോടതിയിൽ നിന്ന ഒരു വിധി മിക്കവാറും മാധ്യമങ്ങളും അത് തമസ്കരിച്ചു. ഏഷ്യാനെറ്റിൽ മാത്രമാണ് സാമാന്യം ഒരു 2 മിനിറ്റ് 3 മിനിറ്റൊക്കെയുള്ള വാർത്ത. എല്ലാരും വിളിച്ചു. യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഈ നാട്ടിലെ ഒരു മഹാനായ വ്യക്തി ഈ സാറ്റലൈറ്റ് ഇമേജുകൾ വ്യാജമായിട്ട് പ്രസൻറ്റ് ചെയ്ത് നിലനിർത്താനുള്ള അനുമതി വാങ്ങി എന്നുള്ളതാണ്. അത് ഹൈക്കോടതി കൈയോടെ പിടികൂടി അദ്ദേഹത്തിൻ്റെ അനുമതി റദ്ദാക്കി RTOയോട് രണ്ടാമത് പരിഗണിക്കാൻ പറഞ്ഞു ഉത്തരവായി. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? അപ്പോൾ ഇതിൽ യഥാർത്ഥ സംഭവം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ പോലെ ലോക യോഗ്യമാന്യനായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ സാറ്റലൈറ്റ് ഇമേജുകൾ വ്യാജമായിട്ട് നിർമ്മിച്ചു പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. സാറ്റലൈറ്റ് ഇമേജുകൾ വ്യാജമായിട്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അതിനകത്ത് ഏതാണ്ട് റിസർവ് ബാങ്ക് കള്ളനോട്ട് അടിക്കുന്ന പോലെ. അപ്പൊ താൻ തട്ടിപ്പാണല്ലേ? നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ഡക്കും പുട്ടും നിന്റെ പരിപാടി തീർത്ത് തരാണ് ഞാൻ. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്ത് ഇവിടുത്തെ ഒരു മാധ്യമത്തിൽ വാർത്തയായി. ഈ വയൽ നികത്തുന്നത് അത് അപ്പോഴും വയലാണ്, നെൽവയൽ നിയമം ലംഘിച്ചിട്ടാണ് എന്ന് വാർത്ത കൊടുത്തത് മറുനാടൻ മലയാളിയാണ്. മറുനാടൻ മലയാളി മാത്രമാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തു. എന്നെ നാണം കെടുത്തരുത്, ഇവർക്കൊക്കെ എന്നെ വലിയ ബഹുമാനമാണ്. ഡൽഹി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ട് ഇതടക്കമുള്ള എല്ലാ വാർത്തകളും യൂട്യൂബിൽ നിന്ന് നീക്കിച്ചു. അവിടെ കൊണ്ട് കഴിച്ചില്ല. ഇത് കണ്ടുപിടിച്ച മറുനാടൻ്റെ ഒരു റിപ്പോർട്ടർ, ഒരു ചെറുപ്പക്കാരനുണ്ട്, പീയൂഷ് എന്നാണ് അയാളുടെ പേര്. ഇയാളുടെ പേരിൽ ഒരു പമ്പ് സെറ്റ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് മുതലാളിയുടെ കിങ്കരൻ ഒരു കേസ് വലിയ തൃശ്ശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ. ആ കേസ് ഇന്ന ദിവസം നിലനിൽക്കുകയാണ്. എന്നാലും ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറച്ച് വിദ്യാഭ്യാസം കുറവാണെന്നേ ഉള്ളൂ. കുറെ വിദ്യകളും സകല അഭ്യാസങ്ങളും ഒക്കെ പഠിച്ചവനാണ് ഞാൻ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കൊടുക്കുന്നതുകൊണ്ടാണ് പുള്ളിയോട് പല ആളുകൾക്ക് വിരോധമുള്ളത്, ശത്രുതയുള്ളത്, പല രീതിയിലുള്ള നിയമ നടപടികൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ സാഹസികമായ രീതിയിലൊക്കെ പത്രപ്രവർത്തനം നടത്തുന്നത് കേൾക്കുന്നവർക്ക് വലിയ രോമാഞ്ചം ഉണ്ടാവുമെങ്കിൽ പോലും ഇത് അത്ര സുഖകരമായ ഒരു അനുഭവത്തിലല്ല ചെന്ന് കലാശിക്കാൻ നമുക്കറിയാം. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഭരണപരമായ അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തെ വേട്ടയാടാനുള്ള ശ്രമങ്ങൾ പല രീതിയിൽ നടന്നു. അതിലൊന്നും വിജയിക്കാതെ വന്നപ്പോൾ, എന്നാൽ ഇനി മറ്റ് ചികിത്സകൾ ഫലിക്കാതെ വരുമ്പോൾ കാളം നെല്ലായി എന്ന് പറഞ്ഞ രീതിയിൽ ശാരീരികമായിട്ട് ആക്രമിച്ചു കളയാം എന്ന് വിചാരിച്ചാണോ എന്ന് ഞാൻ വിചാരിക്കും. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, ഭയങ്കര ബുദ്ധിയാ.